ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ്. അതിനായിട്ട് ആദ്യം നല്ല ബസ്മതി റൈസ് ഒരു 2 കപ്പ് ഞാൻ കഴുകി വെക്കുകയാണ്. അതോടൊപ്പം കുറച്ച് വെള്ളം, അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു അര നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം, കട്ട പിടിക്കാതിരിക്കാനാണിത്. ഇനി വെന്തതിന് ശേഷം നമുക്ക് ഈ അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടി പരന്ന പാത്രമാണെങ്കിൽ ഇത് കൂടുതൽ വെന്ത് പോകാതെ ഇരിക്കും. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉഴുന്ന്, ഒരു നുള്ള് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് പരിപ്പ്, പിന്നെ ഒരു 10-15 കാഷ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി 2 ഉണക്കമുളക് ഇടുകയാണ്. 2-1 ആവശ്യത്തിനിടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരു 4 ഗാർലിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യുകയാണ്. സബോള ടൊമാറ്റോ റൈസിന് എപ്പോഴും ചോപ്പ് ചെയ്യുന്നതാണ്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് വഴന്നും കിട്ടും. പിന്നെ റൈസിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്കൊരു ഫീല് വരത്തുമില്ല. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആഡ് ചെയ്യാണ്. ടൊമാറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് അതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെന്ത് നന്നായിട്ടൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അല്പം നെയ്യ്, അത് ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർത്തത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റൈസ് ഇടുക. റൈസ് ഇട്ടെല്ലാം മിക്സ് ചെയ്യുക. ടൊമാറ്റോ റൈസ് റെഡിയായി.